Okay, listen here. Maths in the head. Solve these puzzles and write the answers. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? First one. Halley's comet can be seen from the Earth only once in 76 years. It was last seen in 1986. When will it be seen again? അല്ലേ? Halley comet നെ നമുക്ക് കാണാൻ പറ്റിയ 76 വർഷങ്ങളിൽ ഒരിക്കലാണ്. In 1986 നമ്മൾ അതിനെ കണ്ടു. വീണ്ടും എപ്പോഴും കാണും? 2062 അല്ലേ? 2062 വീണ്ടും അതിനെ കാണാൻ പറ്റുക. അതായത് 1986 plus 76 അങ്ങനെയാണ് ആൻസർ കിട്ടിയത്. Then next one, the moon is 3,84,400 kilometers away from the earth. You are going to the moon in a rocket. You have covered 2,52,000 kilometers. How much more distance do you have to travel to reach the moon? അല്ലേ? എന്താണ് നമ്മുടെ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടി 3,84,400 കിലോമീറ്റേഴ്സ് ദൂരമുണ്ട്. നമ്മൾ 2,52,000 കവർ ചെയ്തു. ബാക്കി എത്ര ദൂരമുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 3,84,400 minus 2,52,000 is equal to 1,32,400. അതാണ് അതിന്റെ ആൻസർ. ക്ലിയർ? അതിൽ ചെയ്യേണ്ടത് അതാണ്. 3,84,400 minus 2,52,000 is equal to 1,32,400 കിട്ടും. Okay. Then third one. In February 2008, Payal planted 10 saplings every day. How many saplings did she plant in all? അതായത് 290 ആണ് ആൻസർ. അതായത് ഒരു ദിവസം 10 മരങ്ങൾ വെച്ചാൽ 29 ദിവസം കഴിയുമ്പോൾ എത്ര ഉണ്ടാവും? 290. 290. And then the sum of two facing page numbers of a book is 77. What are the page numbers? രണ്ട് പേജ് നമ്പറുകൾ കൂട്ടിയാൽ 76 കിട്ടും. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നാണ് ആൻസർ. 38 plus 39. 38ഉം 39ഉം. അപ്പൊ എത്ര കിട്ടും? 77 കിട്ടും. അതായത് രണ്ട് പേജ് നമ്പേഴ്സ് അല്ലേ? നിങ്ങളുടെ ബുക്കിലെ 38 പേജ് നമ്പർ ആൻഡ് 39 പേജ് നമ്പർ കൂട്ടിയാൽ അതിന്റെ സം എത്രയാണെന്നാണ് പറയുന്നത്? 77. ഓക്കെ. കഴിഞ്ഞ ദിവസം എടുത്തോണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. The New Delhi Howrah Rajdhani Express starts from New Delhi at 70 hours. അതായത് 5 മണി അല്ലേ? റെയിൽവേ ടൈം ആണ് 5 മണി. It reaches Howrah at 10 hours the next day. How much time does the train take to cover the distance? അപ്പോ ട്രെയിൻ ഇത്ര ദൂരം വരാൻ വേണ്ടി എത്ര മണിക്കൂർ എടുത്തു എന്നാണ്. ഒരു ദിവസം വൈകുന്നേരം പുറപ്പെട്ട ട്രെയിൻ പിറ്റേ ദിവസം 10 മണിക്കാണ് അവിടെ എത്തുന്നത്. അല്ലെങ്കിൽ ഒരു ദിവസം വൈകുന്നേരം എന്നില്ല, ഒരു ദിവസം 5 മണിക്ക് പുറപ്പെട്ടത് പിറ്റേ ദിവസം 10 മണിക്ക് എത്തുന്നു. എത്ര മണിക്കൂറുകൾ എടുത്തു? അതായത് ഈ 5നോട് എത്ര കൂട്ടിയാൽ നമുക്ക് പിറ്റേ ദിവസത്തെ 10 കിട്ടും അല്ലെ? എത്ര മണിക്കൂറുകൾ ആഡ് ചെയ്താൽ? 17 hours. 17 hours. Okay. Then the gravitational pull of the moon is 6 times less than that of the earth. So your weight on the moon will be 1/6 of your weight on the earth. If you weigh 30 kg on earth, what will be your weight on the moon? എന്താണ്? The gravitational pull of the moon is 6 times less than that of the earth. എന്താണ്? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിനേക്കാൾ എത്ര കുറവാണ്? 6 ഇരട്ടി കുറവാണ് ചന്ദ്രനിലെ ഗ്രാവിറ്റേഷണൽ പുള്ള്. അപ്പോ നിങ്ങളുടെ ഭൂമിയിലുള്ള വെയിറ്റ് 30 കിലോ ആണെങ്കിൽ ചന്ദ്രനിൽ എത്രയായിരിക്കും വെയിറ്റ് എന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമ്മുടെ വെയിറ്റിന്റെ 1/6 ഏത് വെയിറ്റ്? മൂണിലുള്ള വെയിറ്റ്. അപ്പൊ 30 എന്താണ്? എത്ര 6കൾ കൂട്ടിയാൽ അല്ലെ? എത്ര കൂട്ടിയാൽ 30 കിട്ടും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എത്രയാണ് നമ്മുടെ ഭൂമിയിലെ വെയിറ്റ്? 5 ആണ് അല്ലെ? 6 5 എത്രയാണ്? 30. അപ്പൊ 30ന്റെ 6ൽ ഒരു ഭാഗം. 30നെ 6ആയി ഡിവൈഡ് ചെയ്താൽ എത്ര ഭാഗങ്ങൾ ഉണ്ടാവും? അതില് എത്ര ഉണ്ടാവും? 5 അല്ലേ? 5 6കളാണ് 30. 6 5 30 അല്ലേ? 6 into 5 എത്രയാണ്? 30. അപ്പൊ 6 ഇരട്ടി കുറവ് എന്ന് പറയുമ്പോൾ 6ൽ 1 എന്നാണ് അർത്ഥം. 30നെ 6 പാർട്സ് ആക്കിയാൽ 5 ആണ് ആവുക അല്ലെ? അതില് ഒരു ഭാഗം. അത് എത്രയാണ്? 5 ആണ്. അപ്പൊ അവിടെ എന്താണ് ആൻസർ? 5 ആണ്. എന്താണ് മോളെ ജൂലിയറ്റ്? എന്താണ്? എന്തെങ്കിലും ഉണ്ടോ? അത് ഞാൻ ആൻസർ പറയാനായിട്ടായിരുന്നു. ഓക്കെ.
Okay, listen. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? റിലു എന്താണ് മോളെ വീഡിയോ? റിലു, ഗൈസ്, എഡ്വിൻ തോമസ്, നിത ഫാത്തിമ വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും എല്ലാ ദിവസവും അത് റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, ലിസൺ. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് പോർഷൻ നോക്കാം അല്ലേ? പേജ് നമ്പർ 212. ഓക്കെ, അമേസിംഗ് ആനിമൽ ഫാക്ട്സ്. അമേസിംഗ് ആനിമൽ ഫാക്ട്സ് എന്താണ്? അമേസിംഗ് ആയിട്ടുള്ള കുറെ ആനിമൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ലിസൺ ഹിയർ. ഇതെന്താണ്? ഒന്നുമില്ല, കുറച്ച് ആനിമൽസിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്, അവരെ കുറിച്ചുള്ള കുറച്ച് ഫാക്ട്. ഇതിൽ എന്താണ്? കാര്യമായിട്ടൊന്നുമില്ല, സിമ്പിൾ ആണ്. ലിസൺ. An elephant eats about 150 kg of food every day. എന്താണ് അതിന്റെ മീനിങ്? An elephant eats about 150 kilogram of food every day. എന്താണ്? ഒരു എലഫന്റ് ഒരു ദിവസം 150 കിലോഗ്രാം ഭക്ഷണം കഴിക്കും അല്ലെ? ഒരു ദിവസം 150 കിലോഗ്രാം ഭക്ഷണം ഒരു എലഫന്റ് കഴിക്കുമെന്നാണ്. ഒരു ദിവസം പെർ ഡേ, ഒരു ദിവസം ഒരു എലഫന്റ് 150 കിലോഗ്രാം ഭക്ഷണം കഴിക്കും. Then a Goliath frog can jump higher than a human. A Goliath frog അല്ലെ? എന്താണ്? ഒരു ഗോലിയാത്ത് തവള. ഗോലിയാത്ത് എന്താണ്? എ ടൈപ്പ് ഓഫ് ഫ്രോഗ് ആണ്. തവളയുടെ ഒരു ടൈപ്പ് ആണ്. എ ഗോലിയാത്ത് ഫ്രോഗ് can jump higher than a human. ഒരു മനുഷ്യനേക്കാൾ ഉയരത്തിൽ അല്ലെ? മനുഷ്യന്മാർ എത്ര ഉയരത്തിൽ ചാടുമോ അതിനേക്കാൾ ഹൈറ്റിൽ ആർക്ക് ചാടാൻ പറ്റും? ഒരു ഗോലിയാത്ത് ഫ്രോഗിന് പറ്റും എന്നാണ്. എ ഗോലിയാത്ത് ഫ്രോഗ് can jump higher than a human അല്ലെ? ഒരു മനുഷ്യൻ ചാടുന്നതിനേക്കാൾ, ജമ്പ് ചെയ്യുന്നതിനേക്കാൾ ഉയരത്തിൽ തവളയ്ക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. Then the egg of an ostrich weighed as much as 25 eggs of a hen. എന്താണ്? The egg of an ostrich. Ostrich is the largest bird അല്ലെ? ഏറ്റവും വലിയ ബേർഡ് ആണ് ഓസ്ട്രിച്ച്. അപ്പൊ അതിന്റെ എഗ്ഗും എന്താണ്? ഇറ്റ് ഇസ് വെരി ലാർജ് അല്ലെ? വളരെ വലിയ എഗ് ആണ് ഓസ്ട്രിച്ചിന് ഉണ്ടാവുക. And the egg of an ostrich weighs as much as 25 eggs of a hen. ഒരു കോഴിയുടെ 25 മുട്ടകൾ വെച്ചാൽ എത്ര വെയിറ്റ് ഉണ്ടാവുമോ അത്രയും വെയിറ്റ് ഉണ്ടാവും ഒരു ഓസ്ട്രിച്ചിന്റെ ഒരു എഗ്ഗിന്. അതായത് ഒരു കോഴിയുടെ 25 മുട്ടയുടെ അത്രയും വലുതാണ് ഒരു ഓസ്ട്രിച്ചിന്റെ ഒരു എഗ്ഗ് എന്നാണ് പറയുന്നത്. That is, the egg of an ostrich is very large because ostrich is the largest bird അല്ലെ? ഓസ്ട്രിച്ച് ആണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ബേർഡ്. അതുകൊണ്ട് തന്നെ അതിന്റെ എഗ്ഗും ഇറ്റ് ഇസ് വെരി ലാർജസ്റ്റ്. That means the egg of an ostrich is bigger than അല്ലെങ്കിൽ weight as much as 25 eggs of a hen. ഒരു കോഴിയുടെ 25 മുട്ടയുടെ അത്രയും വലുപ്പമുണ്ട്, അത്രയും വെയിറ്റ് ഉണ്ട് ഒരു ഓസ്ട്രിച്ചിന്റെ ഒരു മുട്ടയ്ക്ക്. ക്ലിയർ? Clear? Yes or no? Yes. Okay. And next, a stickleback fish builds a nest like birds do. A stickleback fish എന്താണ്? Stickleback fish അല്ലേ? Stickleback എന്ന് പറയുന്ന മത്സ്യം എന്ത് ചെയ്യും? Builds a nest like birds do. എന്താണ്? പക്ഷികൾ ഉണ്ടാക്കുന്നത് പോലെ കൂട് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. സ്റ്റിക്കിൾ ബാക്ക് എന്ന് പറയുന്ന ഫിഷ് പക്ഷികൾ ചെയ്യുന്ന പോലെ നെസ്റ്റ് എന്താണ്? പക്ഷിക്കൂട് അല്ലെ? അപ്പൊ പക്ഷികൾ ഉണ്ടാക്കുന്ന പോലെ ഇത് കൂടുണ്ടാക്കും വെള്ളത്തിന്റെ അടിയിൽ എന്നാണ് പറയുന്നത്. സ്റ്റിക്കിൾ ബാക്ക് ഫിഷ്, ദാറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫിഷ്. അതെന്താണ്? മീനിന്റെ ഒരു ടൈപ്പ് ആണ് അല്ലെ? അപ്പൊ സ്റ്റിക്കിൾ ബാക്ക് എന്ന് പറയുന്ന ഫിഷ് ബിൽഡ് എ നെസ്റ്റ് ലൈക്ക് ബേർഡ്സ് ഡു. പക്ഷികൾ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യും? കൂട് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. Then a sloth sleeps for over 18 hours in a day. ഒരു സ്ലോത്ത് എന്താണ്? സ്ലോത്ത് എത്ര മണിക്കൂർ ഉറങ്ങുമെന്നാണ് പറയുന്നത്. അവിടെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ? ദാറ്റ് ഇസ് എ സ്ലോത്ത്. അവിടെ ഒരു സ്ലോത്തിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പൊ സ്ലീപ്സ് ഫോർ ഓവർ 18 hours in a day. ഒരു ദിവസം 18 മണിക്കൂർ ഉറങ്ങുമെന്നാണ് പറയുന്നത് അല്ലെ? 24 മണിക്കൂറിൽ എന്ത് ചെയ്യും? 18 മണിക്കൂറും ഒരു സ്ലോത്ത് ഉറങ്ങുകയാണ് ചെയ്യാറ് എന്നാണ്. Then a blue whale eats lakhs of tiny creatures called krill every day. എന്താണ്? A blue whale. What's a blue whale? Blue whale എന്ന് വെച്ചാൽ എന്താണ്? Blue whale തിമിംഗലം, നീല തിമിംഗലം അല്ലേ? ഇറ്റ് ഇസ് വെരി ലാർജ്, വളരെ വലിയതാണ് അല്ലെ? ബ്ലൂ വെയിൽ എന്താണ്? വളരെ വലുതാണ്. തിമിംഗലങ്ങളൊക്കെ എന്താണ്?
വളരെ ലാർജ് ആണ് അല്ലേ? അപ്പൊ എന്താണ്? എ ബ്ലൂ വെയിൽ ഈറ്റ്സ് lakhs of tiny creatures called krill every day. ഒരു ദിവസം 1,00,000 ക്രിയേച്ചേഴ്സിനെ കഴിക്കുമെന്നാണ് പറയുന്നത്. അതായത് ടൈനി ക്രിയേച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ചെറുജീവികൾ, വെള്ളത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ജീവികൾ അല്ലേ? അപ്പൊ ഒരു ദിവസം ഒരു ബ്ലൂ വെയിൽ, ഒരു നീല തിമിംഗലം ഒരു ദിവസം 1,00,000-ലധികം ചെറിയ ജീവികളെ കഴിക്കും അല്ലെ? അവയെ ഭക്ഷണം കഴിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ടൈനി ക്രിയേച്ചേഴ്സിനെ എന്താണ് വിളിക്കുക? ടൈനി ക്രിയേച്ചേഴ്സ് കോൾഡ് ക്രിൽ. ക്രിൽ എന്നാണ് ഈ ചെറു മീനുകളെ അല്ലെങ്കിൽ വെള്ളത്തിൽ ഉണ്ടാകുന്ന ചെറിയ ജീവികളെ എന്തു പറയും പൊതുവായിട്ട്? ക്രിൽ എന്നാണ് അവരെ വിളിക്കുക. വെള്ളത്തിൽ ഉണ്ടാകുന്ന ചെറിയ ജീവികളെ ക്രിൽ എന്നാണ് പറയാ. അപ്പൊ ഒരു ബ്ലൂ വെയിൽ, ഒരു നീലത്തിമിംഗലം ഒരു ദിവസം എന്ത് ചെയ്യും? 1,00,000 ക്രില്ലിനെ കഴിക്കുമെന്നാണ് പറയുന്നത്. 1,00,000-ലധികം ചെറിയ മീനുകളെ കഴിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. Then the tongue of a giant chameleon is longer than its body. ഒരു ചാമലൻ അല്ലേ? അതായത് എന്താണ്? അവിടെ പിക്ചർ തന്നിട്ടുണ്ട്. അതിന്റെ ടങ് എന്താണ്? It is a giant is longer than its body. അതിന് എന്തുണ്ട്? അതിന്റെ ശരീരത്തിനേക്കാൾ വലിയ നാക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ എന്താണ്? നിങ്ങൾക്ക് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നുമില്ല. ഇതിന്റെ കുറച്ച് ഫാക്ട് മാത്രമാണ് അല്ലേ? കുറച്ച് ആനിമൽസിനെ കുറിച്ചുള്ള ഫാക്ട് ആണ് ഇതിൽ പറയുന്നത്. ആൻഡ് ദെൻ എ ring-tailed lemur used its tail to communicate with other lemurs. lemur എന്താണ്? It's a type of animal. lemurs അല്ലേ? അതെന്താണ്? A ring-tailed lemur uses its tail to communicate with other lemurs. അതെന്ത് ചെയ്യുന്നു? അതിന്റെ വാലുകൊണ്ട് എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അമേസിംഗ് ആനിമൽ ഫാക്ട്. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. എന്താണ്? കുറച്ച് ആനിമൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ. ഇതിലെന്താണ്? അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നുമില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. പക്ഷെ മാത്സ് ഇൻ ദ ഹെഡ് അതുപോലെയല്ല. മാത്സ് ഇൻ ദ ഹെഡിൽ എന്തുണ്ട്? കുറെ നിങ്ങൾക്ക് ചെയ്യാനും അതൊക്കെ നല്ല ഫാക്ട് ആണ് അല്ലേ? കുറെ ഉള്ളത്. അതായത് ഡിസ്റ്റൻസ് ഫ്രം മൂൺ അല്ലേ? മൂണിലേക്കുള്ള ദൂരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. ദെൻ അമേസിംഗ് ആനിമൽ ഫാക്ട്. അതെന്താണ്? കുറച്ച് ആനിമൽസിനെ കുറിച്ച് എന്താണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അല്ലേ? ആനിമൽസിന്റെ കുറച്ച് ഫാക്ടുകളെ കുറിച്ച് നമ്മളോട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തു എന്നേ ഉള്ളൂ. An elephant eats about 150 kilogram of food every day. എലഫന്റ് എന്ത് ചെയ്യും? ഒരു ദിവസം ഇത്ര ഭക്ഷണം കഴിക്കും. ഒരു ബ്ലൂ വെയിൽ ഈറ്റ് lakhs of tiny creatures called krill. krill എന്ന് വെച്ചാൽ എന്താണ്? ടൈനി ക്രിയേച്ചേഴ്സ്. ദാറ്റ് മീൻസ് ചെറു ജീവികൾ, വെള്ളത്തിൽ ഉണ്ടാവുന്ന ചെറു ജീവികളെയാണ് ടൈനി ക്രിയേച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിന് എന്ത് ചെയ്യും? ക്രിൽ എന്നാണ് ജനറലൈസ് ചെയ്ത് ക്രിൽ എന്ന് പറയും. റിലു എന്താ സംസാരിക്കുന്ന മോളെ? ഇവിടെ ശ്രദ്ധിക്കണേ റിലു. ഓക്കെ. അപ്പൊ എന്താണ്? ക്ലിയർ? ഇറ്റ് ഈസ് ക്ലിയർ? ഓക്കെ. ദെൻ ലിസൺ. They changed the world. ഇതെന്താണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എന്ന് നമുക്ക് എന്നാല് നെക്സ്റ്റ് വീക്ക് തൊട്ട് നമുക്ക് സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്നും ഫ്രൈഡേയും കൂടെ കിട്ടുകയാണെങ്കിൽ. ഇനിയുള്ളത് എന്താണ്? അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത കുറച്ച് 2 പോർഷൻസ് ആണ്. ഒന്നിലും ഇതേപോലെ ദ അയ്യർ ഫാമിലി എന്താണ്? കുറച്ച് മാത്സ് ആണ്. ദ ഗസ് ദ വേർഡ്. ബോത്ത് ആർ വെരി സിമ്പിൾ. ആൻഡ് ദേ ചേഞ്ച് ദ വേൾഡ്. They changed the world. In this portion about invention and inventors. കുറെ ഇൻവെൻഷൻസിനെ കുറിച്ചും അതിന്റെ ഇൻവെന്റേഴ്സിനെ കുറിച്ചുമാണ് പറയുന്നത് അല്ലേ? അതെന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇൻവെന്റേഴ്സിന്റെ പേര് ഇൻവെൻഷന്റെ പേര് നമ്മൾ ഇവിടെ ഫിൽ ചെയ്യണം. The name of some inventors are given below. Write what they invented. എന്താണ്? The names of some inventors are given below. കുറച്ച് ഇൻവെന്റേഴ്സിന്റെ നെയിം അവിടെ തന്നിട്ടുണ്ട്. Who are the inventors? Inventors എന്ന് വെച്ചാൽ എന്താണ്? ഇൻവെന്റേഴ്സ് ആർക്കാണ് അറിയാം? ഇൻവെന്റേഴ്സ് അറിയാമോ? അതായത് എന്താണ്? ജെവിൻ എന്തോ പറയാൻ വേണ്ടി പോകുന്നുണ്ട് അല്ലെ? ജെവിൻ, എന്താണ് ഇൻവെന്റേഴ്സ്? Who are the inventors? ഉണ്ടാക്കിയത് ആളുകളെ പറയുന്നത്. ഓക്കെ. ഉണ്ടാക്കുന്ന ആളുകളെ എന്താണ്? ഓരോന്ന് ഇൻവെൻഷൻ ചെയ്യുന്ന ആൾക്കാർ അല്ലെ? പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആൾക്കാരെയാണ്, സയന്റിസ്റ്റുകളെയൊക്കെയാണ് ഇൻവെന്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ? ഒരുപാട്
ശാസ്ത്രപരമായിട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻവെന്റേഴ്സ്. ഇൻവെന്റേഴ്സ് ആർ ദ ക്രിയേറ്റേഴ്സ് ഓഫ് ഇൻവെൻഷൻസ് അല്ലെ. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇൻവെന്റേഴ്സ് കണ്ടുപിടിച്ചു വരുന്ന ആൾക്കാർ. അതായത് എന്താണ്, നമ്മുടെ ടെലിവിഷൻ, റേഡിയോ ഇതൊക്കെ കണ്ടുപിടിച്ച ആൾക്കാരെ നമ്മൾ എന്താണ് പറയാ, സയന്റിസ്റ്റ് ആൻഡ് ഇൻവെന്റേഴ്സ് ബോത്ത് ആർ സെയിം അല്ലേ. അപ്പോ ഇതിൽ പറയാൻ പോകുന്നത് കുറെ ഇൻവെന്റേഴ്സിന്റെ പേര് അവിടെ തന്നിട്ടുണ്ട്. അവർ എന്താണ് ഇൻവെന്റ് ചെയ്തത് എന്നാണ് നമ്മൾ ഫൗണ്ട് ചെയ്യേണ്ടത്. Then the names of some inventors are given below. Write what they invented. John Logie Baird, first one, John Logie Baird. And അദ്ദേഹം എന്താണ് ഇൻവെന്റ് ചെയ്തത്, അദ്ദേഹത്തിന്റെ ഒരു പിക്ചർ അവിടെ തന്നിട്ടുണ്ട്. JL Baird with his invention. JL Baird ആരാണ്? ജോൺ ലോഗി ബെയ്ഡ്. അദ്ദേഹത്തിനെയാണ് ഷോർട്ട് ആക്കിയിട്ട് എന്ത് പറയുന്നത്, JL Baird എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ JL Baird എന്താണ് ഫൗണ്ട് ചെയ്തത്, അദ്ദേഹത്തിന്റെ ഇൻവെൻഷൻ എന്താണ് എന്നാണ്. അപ്പൊ ജോൺ ലോഗി ബെയ്ഡ് എന്ന് തന്നിട്ട് താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫില്ല് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന്റെ ഇൻവെൻഷന്റെ ആദ്യത്തെ പേര് ടി എന്നാണ്. ഫസ്റ്റ് ലെറ്റർ ടി ആണ്. ഫസ്റ്റ് ലെറ്റർ ഈസ് ടി ആൻഡ് കുറെ സ്പേസ് ഉണ്ട് അവിടെ. ഐ തന്നിട്ടുണ്ട്, ലാസ്റ്റ് എൻ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇൻവെൻഷന്റെ നെയിം എന്താണ്, അദ്ദേഹം എന്താണ് ഇൻവെന്റ് ചെയ്തത്. ഓക്കെ, അലൻ മാത്യു പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് അലൻ? ടെലിവിഷൻ. ടെലിവിഷൻ. ഓക്കെ, റൈറ്റ്. ടെലിവിഷൻ ആണ് അദ്ദേഹം ഫൗണ്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഇൻവെൻഷൻ എന്താണ്, ടെലിവിഷൻ ആണ്. ഓക്കെ, ജോൺ ലോഗി ബെയ്ഡ്, ടെലിവിഷൻ. ഓക്കെ, ദെൻ എന്താണ് എഴുതുക, ടി അവിടെ തന്നിട്ടുണ്ട്. TELEVI അവിടെ ഉണ്ട്. SION, TELEVISION, ടെലിവിഷൻ. ക്ലിയർ? TELEVISION, ടെലിവിഷൻ. നമ്മുടെ TV അല്ലെ, നമ്മൾ ഷോർട്ട് ആക്കി എന്ത് പറയും, TV എന്ന് പറയും. എന്താണ് റിലു? മിസ്സേ ലാസ്റ്റ് ഐ കഴിഞ്ഞിട്ട് 3 വരെ ഇട്ടിട്ടില്ല, അവിടെ എന്താ അക്ഷരമാണ്ട്? TELEVISION, ടെലിവിഷൻ. ക്ലിയർ? TELEVISION, ക്ലിയർ? ടെലിവിഷൻ. ഓക്കെ, അപ്പൊ ടെലിവിഷൻ ഈസ് ഫൗണ്ടഡ് ബൈ JL Baird, ജോൺ ലോഗി ബെയ്ഡ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, മാത്സ് ഇൻ ദ ഹെഡ് ഞാൻ നിങ്ങളോട് നോട്ട്ബുക്കിലേക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നോ? മാത്സ് ഇൻ ദ ഹെഡ് ഇല്ല അല്ലെ? ലാസ്റ്റ് ഇവിടെ വരെ എഴുതിയത് നോട്ട്ബുക്കില് എഴുതുന്നുണ്ടോ കറക്റ്റ് ആയിട്ട്? ഒരു ദിവസം നോട്ട്ബുക്ക് ചെക്ക് ചെയ്യും, അന്നാണ് എഴുതാത്തവർക്കൊക്കെ പണി കിട്ടുക. കറക്റ്റ് ആയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതാൻ പറയുന്ന കാര്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയിരിക്കണം. അപ്പൊ ചിലപ്പോ ഇന്നാണ് നോട്ട്ബുക്ക് ചെക്ക് ചെയ്യാൻ തോന്നുന്നെങ്കിൽ പറയും, ഇന്ന് തന്നെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരണം എന്ന് പറയും. അപ്പോഴാണ് എഴുതാത്തവർക്കൊക്കെ എന്ത് കീറാൻ വേണ്ടി പോകുന്നത്, പേപ്പർ കീറാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, പറയുന്ന കാര്യങ്ങൾ അന്നന്ന് നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഇനിയും ചെയ്തിട്ടില്ലാത്തവരുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അത് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് നോട്ടിലേക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ ഇല്ലേ? ചെറിയ ചെറിയ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് അല്ലാതെ ഒന്നും നോട്ട്ബുക്കിലേക്ക് എഴുതണ്ട. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, അമേസിംഗ് ആനിമൽ ഫാക്ട് വേണമെന്നില്ല, അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ദ ചേഞ്ച്ഡ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇൻവെന്റേഴ്സ് ആൻഡ് ഇൻവെൻഷൻസ്. അത് ഇങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്നും ആയിട്ട് ചെയ്യണ്ട. ജോൺ ലോഗി ബെയ്ഡ്, JL Baird. എന്ത് ചെയ്യാം, ഇൻവെന്റർ എന്ന് കോളം ചെയ്തിട്ട് ഇൻവെന്ററിന്റെ പേരിന്റെ അടുത്ത് എന്ത് എഴുതുക, JL Baird. JL Baird എന്ന് എഴുതണ്ട, ജോൺ ലോഗി ബെയ്ഡ് തന്നെ മുഴുവനായിട്ട് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യാം, ടെലിവിഷൻ, ഫൗണ്ടഡ് ബൈ ടെലിവിഷൻ അങ്ങനെ എഴുതാം. കോളം വൈസ് എഴുതുന്നെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ജോൺ ലോഗി ബെയ്ഡ് ഈസ് ഫൗണ്ടഡ് television. അല്ലെങ്കിൽ television is founded by John Logie Baird. Then next one,
കെ മാക്മില്യൻ അദ്ദേഹം എന്താണ് ഫൗണ്ട് ചെയ്തത്. അങ്ങനെ പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നെങ്കിൽ എഴുതാം, കോളം വൈസ് എഴുതാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എഴുതാം. പക്ഷെ എഴുതുന്നതിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എഴുതിയാൽ മാത്രം പോരാ, പഠിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ടാണ് എഴുതാൻ വേണ്ടി പറയുന്നത്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വൺ, കെ മാക്മില്യൻ. കെ മാക്മില്യൻ ഈസ് എ ഇൻവെന്റർ. വാട്ട് ഹി ഇൻവെന്റഡ്, എന്താണ് അദ്ദേഹം ഇൻവെന്റ് ചെയ്തത്. അവിടെ എന്തുണ്ട്, ബി സി തന്നിട്ടുണ്ട് അല്ലെ, അതിന്റെ ഇടയിൽ കുറെ എന്താണ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉണ്ട്. അപ്പൊ എന്താണ്, അദ്ദേഹത്തിന്റെ പിക്ചർ അവിടെ തന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ, അദ്ദേഹത്തിന്റെ പിക്ചേഴ്സ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ കെ മാക്മില്യൻ ഈസ് ഇൻവെന്റഡ്. എന്താണ് അദ്ദേഹം ഇൻവെന്റ് ചെയ്തതെന്ന് അറിയാമോ? അറിയാമോ ആർക്കെങ്കിലും? കെ മാക്മില്യൻ, ഡു യു ഹേർഡ് അബൌട്ട് കെ മാക്മില്യൻ? കേട്ടിട്ടുണ്ടോ? നോ, അദ്ദേഹം ഇൻവെന്റ് ചെയ്തത് ബൈസിക്കിൾ ആണ്. ബൈസിക്കിൾ, നമ്മുടെ സൈക്കിൾ. ഓക്കെ, ബൈസിക്കിൾ. BICYCLE, BICYCLE, ബൈസിക്കിൾ. ഓക്കെ, നമ്മുടെ ബൈസിക്കിൾ, അതായത് നമ്മുടെ സൈക്കിൾ. BICYCLE, ബൈസിക്കിൾ. എന്താണ് ആസിയ? ഒന്നാമത്തെ പറഞ്ഞോ. ഫസ്റ്റ് വൺ, ജോൺ ലോഗി ബെയർഡ്. അദ്ദേഹം ഇൻവെന്റ് ചെയ്തത് ടെലിവിഷൻ ആണ്. TELEVISION, ടെലിവിഷൻ. നെക്സ്റ്റ് വൺ, ക്ലിയർ? ആസിയ ക്ലിയർ ആയോ മോളെ? TELEVISION, ടെലിവിഷൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കെ മാക്മില്യൻ. അദ്ദേഹം എന്താണ്? ബൈസൈക്കിൾ ആണ്. BICYCLE. എന്താണ് മോനെ അലൻ? മൂന്നാമത്തെ ആൻസർ പറയാൻ കൈവക്കിയതാ. ഓക്കെ, വെയിറ്റ്, നോക്കാം നമുക്ക്. ആർക്കെങ്കിലും അറിയോ നോക്കാലോ. അപ്പൊ രണ്ടാമത്തെ എഴുതിയോ? മാക്മില്യൻ എന്താണ്? ബൈസൈക്കിൾ, BICYCLE, നമ്മുടെ സൈക്കിള്. ആൻഡ് തേർഡ് വൺ, ജി മാർക്കോണി. മാർക്കോണി എന്താണ് ഇൻവെന്റ് ചെയ്തത്? വേറെ ആർക്കും അറിയില്ല അതല്ലേ? ജെവിനും അറിയാം, അലനും അറിയാം. മാർക്കോണി എന്താണ് ഇൻവെന്റ് ചെയ്തതെന്ന് വേറെ ഒരാൾക്ക് പോലും അറിയില്ല. ദാറ്റ് ഈസ് വെരി സിമ്പിൾ അല്ലേ? ഏറ്റവും സിമ്പിൾ. റേഡിയോ അല്ലേ? ജെവിൻ, റേഡിയോ അല്ലേ? യെസ്, യെസ്, അദ്ദേഹം ഇൻവെന്റ് ചെയ്തത് റേഡിയോ ആണ്. RADIO, റേഡിയോ. RADIO, റേഡിയോ. ആരോൺ എഴുതുന്നില്ലേ മോനെ? എന്താണ് ആരോൺ എഴുതുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്തേ മോനെ. അൺമ്യൂട്ട് ചെയ്യൂ ആരോ. ഓക്കെ, പറഞ്ഞോളൂ. എന്താ എഴുതാത്തത് മോനെ? ടീച്ചറെ, ഞാൻ വേറെ വീട്ടില. ആഹാ, ബുക്ക് ഇല്ലേ കയ്യില്? ഒരു നോട്ട്ബുക്കേ ഉള്ളൂ അല്ലേ? ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ല മോൻ? ഓക്കെ, ഓക്കെ, ശ്രദ്ധിക്കണേ നന്നായിട്ട്. അപ്പൊ ജി മാർക്കോണി എന്താണ്? റേഡിയോ ആണ് ഇൻവെന്റ് ചെയ്തത്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ചാൾസ് ബാബേജ്. എന്താണ് ചാൾസ് ബാബേജ്? വെരി ഈസി, ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരെയും ഞാൻ തല്ലിക്കൊല്ലും, ഉറപ്പാണ്. ആദ്യം നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? എന്ത് പഠിച്ചിട്ടുണ്ട് നമ്മൾ? ഫസ്റ്റ് അബൌട്ട് കമ്പ്യൂട്ടർ അല്ലേ? ബഞ്ച് ഓഫ് കീ നമ്മൾ പഠിച്ചു. അപ്പൊ എന്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്? അത് പറഞ്ഞപ്പോ കുറെ ആൾക്ക് ഓർമ്മ വന്നു. ഞാനാണെങ്കിൽ ഓർമ്മയില്ലാതെ പറയുകയും ചെയ്തു നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ് എന്താണ് നിഹാര? കമ്പ്യൂട്ടർ. Computer. Charles Babbage is the father of computer and he is founded computer. COMPUTER, computer. COMPUTER, computer.
computer, 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 computer. Okay. Next പറയാം. ഫെർഡിനാൻഡ് കാരി അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചത്? ഫെർഡിനാൻഡ് കാരി അറിയാമോ? ഒന്ന് നോക്കി, ഏതെങ്കിലും നമ്മുടെ ഒരു ഇൻസ്ട്രുമെന്റുമായിട്ട് അതിന് റിലേഷൻ ഉണ്ടോന്ന്. അവിടെ എന്ത് വന്നിട്ടുണ്ട്? ആർ, then again R, again R and again R. 4 R അവിടെ തന്നിട്ടുണ്ട് അല്ലേ? എന്തായിരിക്കും 4 R വരുന്ന എന്തെങ്കിലും സാധനം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന എന്താണ്? ആരോ എന്താണ് മോനെ? റഡാർ ആയിരിക്കും. പക്ഷെ കുറെ കാര്യങ്ങൾ അവിടെ എന്ത് വന്നിട്ടുണ്ട്? ഫില്ല് ചെയ്യാൻ വേണ്ടി കുറെ സ്ഥലങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ അതെങ്ങനെയാ അതാവും? വേറെ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. കുറെ ആറുകൾ തരുന്ന ഇതിന് നമ്മൾ വേറൊരു പേരാണ് നമ്മൾ എപ്പോഴും പറയാറ്. ഇത്ര വലിയ പേര് നമ്മൾ പറയാറില്ല. എന്താണ് നിഹാര? Earth is round. എന്താണ്? Earth is round. എന്താണ് മോളെ? ഒരു ഇൻവെൻഷന്റെ പേരാണ്. ജെവിൻ കിട്ടിയോ? ജെവിൻ ഒന്ന് നോക്കിയേ. ഇതിന് നമ്മൾ വേറൊരു പേരിലാണ് നമ്മുടെ വീട്ടിൽ പറയാറ്. മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇറ്റ്സ് ഇലക്ട്രിക് ഇൻസ്ട്രുമെന്റ് ആണ്, ഇലക്ട്രോണിക്. കിച്ചണിലാണ് മിക്കവാറും ഇത് ഉണ്ടാവുക. ഇത്രയും പറഞ്ഞിട്ട് കിട്ടൂലേ? കിച്ചൺ അല്ലെങ്കിൽ റിലുവിന് കിട്ടി തോന്നുന്നു. എന്താണ് റിലു? റെഫ്രിജറേറ്റർ. റൈറ്റ്. ഇറ്റ് ഈസ് റെഫ്രിജറേറ്റർ. നമ്മൾ എന്താ റെഫ്രിജറേറ്റർ എന്ന് നമ്മൾ പറയാറുണ്ടോ? നമ്മൾ ഫ്രിഡ്ജ് എന്ന് പറയും അല്ലേ? ഇറ്റ് ഈസ് റെഫ്രിജറേറ്റർ. REFRI, REFRI, GERATOR, REFRI, GERATOR, റെഫ്രിജറേറ്റർ. സ്പെല്ലിംഗ് നന്നായിട്ട് പഠിക്കണം കേട്ടോ, എല്ലാ വേർഡ്സിന്റെയും. അപ്പൊ വേർഡ് കേട്ടാൽ തന്നെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. എങ്ങനെയാണ് എഴുതുന്നത്? അപ്പൊ സ്പെല്ലിംഗ് ഒക്കെ എല്ലാ വേർഡ്സിന്റെയും നന്നായിട്ട് പഠിക്കണം. Then Alexander Graham Bell, that is very easy. Alexander Graham Bell. Okay, ജെവിന് അറിയാമെന്ന് പറയുന്നു. വേറെ ആർക്കും കിട്ടിയില്ലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, എന്താണ് ജെവിൻ? ബൾബ്. അയ്യോ, തെറ്റിപ്പോയി. ബൾബ് എങ്ങനെയാണാവുക? അവിടെ ഫസ്റ്റ് ലെറ്റർ ടി ഉണ്ട്, ഇ ഉണ്ട്, എൻ ഉണ്ട്. ഇലക്ട്രിക് ബൾബ്. ഓടാ, അതൊന്നുമല്ല. ഇലക്ട്രിക് ബൾബ് ഒന്നുമല്ല, അതൊന്നുമല്ല. വേറെന്താണ്? TEN ഉണ്ട്. ഇലക്ട്രിക് ബൾബിൽ എവിടെയാണ് TEN ഇങ്ങനെ വരുന്നത്? ടി ഫസ്റ്റ് ലെറ്റർ ആണ്. ഇലക്ട്രിക് ബൾബിന്റെ ആദ്യം ടി ആണോ? ഇ അല്ലേ? ഓക്കെ, വീണ്ടും കിട്ടിയിട്ടുണ്ട് തോന്നുന്നു അല്ലേ ജെയിൻ? എന്താണ്? ടെലിഫോൺ. ഗുഡ്. ടെലിഫോൺ ആണ്. TELE. ശ്രദ്ധിക്കാതെ പറഞ്ഞതാണ് അല്ലേ? മിസ്സാണെങ്കിൽ താഴത്തെ നോക്കിയതുമില്ല. താഴത്തെ അല്ല, ഇതാണ്. അലക്സാണ്ടർ ഗ്രഹാം ബെൽ എന്താണ് ഫൗണ്ട് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ? തോമസ് ആൽവ എഡിസൺ ആണ് ഇപ്പോ ജെവിൻ പറഞ്ഞ ഇലക്ട്രിക് ബൾബ്. തോമസ് ആൽവ എഡിസൺ ആണ്. അതിന്റെ മുകളിൽ അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ് ടെലഫോൺ. TELEPHONE, TELEPHONE, telephone. Okay, TELEPHONE, telephone. And തോമസ് ആൽവ എഡിസൺ നമ്മൾ ഇപ്പൊ പറഞ്ഞു അല്ലെ? ജെവിൻ പറഞ്ഞു ഇലക്ട്രിക് ബൾബ് ആണ്. തോമസ് ആൽവ എഡിസൺ ഇലക്ട്രിക് ബൾബ്. ELEC. എന്താണ് മോളെ ആസിയ? അറിയാം അല്ലേ? ഇപ്പൊ ചോദിക്കാം. ഇതൊന്ന് പറയട്ടെ. തോമസ് ആൽവ എഡിസൺ എന്താണ്?
ഇലക്ട്രിക് ബൾബ് അല്ലേ? ELECTRIC ഇലക്ട്രിക് BULB ബൾബ് ഇലക്ട്രിക് ബൾബ് ELECTRIC ഇലക്ട്രിക് ബൾബ്. ഓക്കെ, then 8th one Wright brothers അല്ലേ? എന്താണ് ആസിയ Wright brothers? Aeroplane. Aeroplane. Wright brothers is invented aeroplane. AEROPLANE aeroplane. AEROPLANE aeroplane. Okay. എന്താണ് മോളെ ജൂലിയറ്റ് റിലു എന്താണ്? മിസ് ഏഴാമത്തത് എന്താ? 7th one ഇലക്ട്രിക് ബൾബ്. എന്താണ് മോളെ റിലു എന്താണ്? ഇലക്ട്രിക് ബൾബ് ആണ് 7th one. ELECTRIC BULB. സ്പെല്ലിംഗ് പറഞ്ഞോ? 8 ആണോ മോളെ? എയ്റോപ്ലെയിൻ AERO എയ്റോ PLANE AEROPLANE എയ്റോപ്ലെയിൻ. ഓക്കെ, AEROPLANE എയ്റോപ്ലെയിൻ. നമ്മുടെ ടൈം ഇത് കഴിയാൻ വേണ്ടി പോവാണ്. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്ന് സയൻസിന്റെ പീരീഡ് കൂടെ ഈ GK എടുക്കാം, കുഴപ്പമുണ്ടോ? എന്നിട്ട് നമുക്ക് ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ഫ്രൈഡേ തൊട്ട് തന്നെ പുതിയത് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഗൈസിന് അത്ര ഇഷ്ടപ്പെട്ടില്ല അതൊന്നും? നമുക്ക് എന്നാലും 2 സിമ്പിൾ പോർഷൻസ് കൂടിയാണുള്ളത്. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ദ ഇയർ ഫാമിലി ആൻഡ് ഗസ് ദ വേർഡ്. 2 സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് പറഞ്ഞിട്ട് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഫ്രൈഡേ തൊട്ട് തന്നെ നമുക്ക് സെക്കൻഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സയൻസ് നമ്മളിപ്പോ ഓൾറെഡി സെക്കൻഡ് എത്തി അല്ലേ? അതുകൊണ്ട് നമുക്ക് അത് എന്താണ്, നമുക്ക് അതിന് 2 ദിവസം കിട്ടുന്നുമുണ്ട്. അപ്പൊ നമുക്ക് അത് അങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതൊക്കെ ഒന്നും കൂടെ പറയാം. എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ